Hi friends, welcome back to our channel AK47 Tips. Friends, നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു കിടിലം പവർ ബാങ്ക് ആണ്. അതായത് നിങ്ങൾ ട്രാവലിംഗ് ഒക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ ഇനി എങ്ങനെയെന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം. ഫ്രണ്ട്സ്, ആദ്യം നമ്മൾ USB പോർട്ട് എടുക്കുക. അതിൻ്റെ ഈ വശത്ത് കാണുന്നതാണ് പോസിറ്റീവ് പിന്ന്, അങ്ങേറ്റത്തത് നെഗറ്റീവ് പിന്ന്. ഇനി നമുക്കത് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയാണ് സോൾഡർ ചെയ്യേണ്ടത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരു 2 സൈഡ് ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തതിന് ശേഷം നമുക്ക് ടിക്ടാക്കിൻ്റെ വെള്ള ബോക്സിലോട്ട് നമുക്കിത് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് അത് ഫിക്സ് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് സ്വിച്ച് കണക്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് സ്വിച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നത്. ഇവിടെ വെച്ച് നമ്മൾ സ്വിച്ചിൻ്റെ പൊസിഷൻ ഒന്ന് മാർക്ക് ചെയ്തതിനു ശേഷം നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് സ്വിച്ച് ഇറക്കി വെച്ച് നോക്കാം. ഇപ്പോൾ കറക്റ്റാണ്, ഇങ്ങനെയാണ് ഇതിരിക്കേണ്ടത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചെറുതായിട്ടൊന്ന് ഹോൾ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബാറ്ററിയുടെ അഡാപ്റ്ററിൻ്റെ ആ ഒരു വയർസ് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോൾ ചെയ്ത് കൊടുത്തത്. ഇനി അഡാപ്റ്റർ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കണം, അതിൻ്റെ സ്ലീവ് ഇളക്കി എടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ അതേ ഷേപ്പിൽ നമ്മളൊരു ഫോം ഷീറ്റ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അതിലൊരു ഹോൾ ചെയ്ത് കൊടുക്കാം. ആ വയർ അതിൻ്റെ അകത്തൂടെയാണ് നമുക്ക് ഇറങ്ങി പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് വയർ ഇറങ്ങേണ്ടത്. ഇനി നമുക്ക് സൂപ്പർ ഗ്ലൂ ഒഴിച്ച് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം. നമ്മളിപ്പോൾ സ്വിച്ചിലോട്ട് നമ്മൾ വയർ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് ബാറ്ററിയുടെ പോസിറ്റീവ് വയറാണ് നമ്മൾ സോൾഡർ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇനി വേറൊരു വയർ നമ്മൾ അതിൻ്റെ ഔട്ട് എടുക്കണം. അത് നമുക്ക് നേരെ IC-യിലോട്ടാണ് പോകേണ്ടത്. ഇത് നമ്മുടെ IC-യുടെ ഫസ്റ്റ്, അതായത് ഇൻപുട്ട് പിന്നിൻ്റെ അവിടെ നമ്മൾ സോൾഡർ ചെയ്ത് കൊടുക്കണം. ബാറ്ററിയുടെ നെഗറ്റീവ് വയർ നമുക്ക് IC-യുടെ രണ്ടാമത്തെ കോമൺ ലെഗിലോട്ട് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത USB-യുടെ നെഗറ്റീവ് വയർ നമുക്ക് IC-യുടെ നെഗറ്റീവിലോട്ടും പോസിറ്റീവ് വയർ നമ്മൾ IC-യുടെ പോസിറ്റീവിലോട്ടും നമുക്ക് സോൾഡർ കൊടുക്കാം. പിന്നെ നമുക്ക് ഇൻഡിക്കേറ്ററിന് വേണ്ടി നമുക്കൊരു LED നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ആ ഭാഗത്തായിട്ടാണ് LED സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു LED-യും ഒരു 1K റെസിസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു ഹോൾ ചെയ്ത് കൊടുക്കാം LED ഫിക്സ് ചെയ്യാനായിട്ട്. ഇവിടെ ചെറിയൊരു ഹോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് LED-യുടെ പോസിറ്റീവ് ലെഗ് നമ്മൾ സ്വിച്ചിലോട്ട് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അത് റെസിസ്റ്റൻസ് വഴിയിട്ടാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇനി നെഗറ്റീവ് ലെഗ് നമ്മുടെ IC-യുടെ കോമൺ ലെഗിലോട്ട് ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതെല്ലാം അകത്തോട്ട് ഫിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലാം അതിൻ്റെ ലെഗൊന്നും ഒടിയാത്ത രീതിയിൽ നമുക്ക് പതുക്കെ കയറ്റി വയ്ക്കാം. ക്യാപ്പ് കൊണ്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ പവർ ബാങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രീതിയിൽ അടച്ച് ഫിക്സ് ചെയ്ത് വയ്ക്കാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. അടുത്ത നമ്മളെ പവർ ബാങ്ക് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ പവർ ബാങ്ക് ഇവിടെ എടുത്തിട്ടുണ്ട്. ഞാൻ 9 വോൾട്ട് ബാറ്ററി അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവിലോട്ട് ഞാൻ കണക്ട് ചെയ്യാണ്. ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഇത് നമ്മൾ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ നമുക്ക് ഇൻഡിക്കേറ്റർ ലൈറ്റ് കാണാം. ഞാൻ എന്നിട്ട് മൊബൈലിൻ്റെ ചാർജർ അതിൻ്റെ അകത്തോട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ ഇങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. വളരെ ഈസി ആയിട്ട് കയറി പോകുന്നുണ്ട്. നമുക്ക് മൊബൈലിലോട്ടൊന്ന് ചാർജ് ചെയ്ത് നോക്കാം. അപ്പോൾ കാണാം ചാർജ് ആവുന്നുണ്ട്. മുകളിൽ അതിൻ്റെ സിമ്പലൊക്കെ വരുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയ പവർ ബാങ്ക് ഏതൊരു ബേസിക് ഇലക്ട്രോണിക്സ് പഠിക്കുന്ന ഒരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഈ ബാറ്ററി നമുക്ക് എല്ലായിടത്തും അവൈലബിൾ ആണ്. 15 രൂപ വില വരുന്നുള്ളൂ. അതിൻ്റെ IC-ക്കാണെങ്കിൽ ഒരു 10 രൂപ വില വരുന്നുള്ളൂ. നമുക്ക് ബേസിക് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണിത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിലും നമുക്ക് അത്യാവശ്യത്തിന് ചാർജ് ചെയ്യാൻ വേണ്ടി ഇത് വളരെ ഉപകാരപ്രദമാണ്. ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പവർ ബാങ്ക് എങ്ങനെയുണ്ട്? ഇത് വളരെ ആണ്. ഒരു മൈക്രോ പവർ ബാങ്കാണിത്. നിങ്ങൾക്ക് എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റും. കാരണം 9 വോൾട്ട് ബാറ്ററി നിങ്ങൾക്ക് എല്ലായിടത്തും ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു 9 വോൾട്ട് ബാറ്ററി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡിവൈസ് വേണോ ഇതിനകത്ത് ചാർജ് ചെയ്യാം.
വളരെ സിമ്പിളായിട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. കാരണം ബേസിക് ആയിട്ടുള്ള ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല, ജസ്റ്റ് ഒരു IC മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാ പേരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു പുതിയ ഐറ്റവുമായി നമ്മൾ വീണ്ടും വരുന്നതാണ്. അതുവരെ AK47 signing off.